ഈശോയിൽ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. മാലാഖമാരുടെ രാജ്ഞി എന്ന തിരുനാളം, അതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരു ദേവാലയം പണിതു. അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഈ തിരുനാൾ, മാലാഖമാരുടെ രാജ്ഞി. അതിന് ഇന്ന് ദേവാലയം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നവർ, കുമ്പസാരിച്ചൊരുങ്ങി ഇന്നത്തെ ദിവസം വളരെ ഭക്തിയോടുകൂടെ ചെലവഴിക്കുന്നവർക്ക് പൂർണ്ണദണ്ഡവിമോചനം എന്ന ഒരു കാര്യം പറയപ്പെടുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ ദിവസം നന്നായിട്ട് ചെലവഴിക്കാം. ഈ മാസത്തിലെ വിശുദ്ധർക്കെല്ലാം ഒരു പ്രത്യേക മരിയ ഭക്തി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി. ഇപ്പം ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ഈ മാസമാണ്. വിശുദ്ധ ഡൊമിനിക് പുണ്യവാളൻ്റെ തിരുനാൾ, അതുപോലെ വിശുദ്ധ ബെർണാഡ് പുണ്യവാളൻ്റെ തിരുനാൾ. അങ്ങനെ മരിയ ഭക്തരായ വിശുദ്ധരുടെ തിരുനാൾ. അപ്പോൾ ഇന്ന് ആഘോഷിക്കുന്ന തിരുനാൾ മറ്റൊരു വിശുദ്ധൻ, വിശുദ്ധ പീറ്റർ ജൂലിയാൻ എന്ന വിശുദ്ധൻ്റെ തിരുനാളാണ്. ഇദ്ദേഹം ഒരു മാതാവിൻ്റെ ഒരു സഭയിലെ അംഗമായിരുന്നു. മാരിറ്റൺ ഫാദേഴ്സ് എന്ന് പറയുന്ന ഒരു സഭയിൽ അംഗമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിച്ചിരുന്നൊരു വിശുദ്ധനാണ്. പരിശുദ്ധ കുർബാനയിലാണ് എല്ലാത്തിനും പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന്മാർക്ക് വേണ്ടിയിട്ടും സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടും ഓരോ സഭകൾ സ്ഥാപിച്ചു. അത് സൊസൈറ്റി ഓഫ് ബ്ലെസ്സഡ് സാക്രമെൻറ്റ് എന്നാണ് വൈദികരുടെ സഭയുടെ പേര്. അതുപോലെ സെർവൻസ് ഓഫ് ബ്ലെസ്സഡ് സാക്രമെൻറ്റ് എന്ന് പേരിൽ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു സന്യാസ സഭ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പരിശുദ്ധ കുർബാനയോടുള്ള തീക്ഷ്ണത വ്യക്തമാക്കുന്ന കാര്യങ്ങളാണത്, അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. അത് സാക്രമെൻ്റ് ഓഫ് ദ യൂക്കറിസ്റ്റ്, പരിശുദ്ധ കുർബാന എന്ന ഒരു പുസ്തകം. ഇനി പരിശുദ്ധ കുർബാനയും ക്രൈസ്തവ ജീവിതവും, അങ്ങനെ ഒരു പുസ്തകം ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. അത് വളരെ പ്രസിദ്ധമാണ്. അപ്പം ഇത് പരിശുദ്ധ കുർബാനയോടുള്ള ഇദ്ദേഹത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ കുർബാന പ്രചരിപ്പിക്കാൻ, പരിശുദ്ധ കുർബാനയുടെ ഭക്തി പ്രചരിപ്പിക്കാൻ ഇദ്ദേഹം കാണിച്ചിട്ടുള്ള ആ പ്രവർത്തനങ്ങളും തീക്ഷ്ണതയും ഒക്കെ നമ്മൾ മാതൃകയാക്കേണ്ടതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ന് സ്വീകരിക്കേണ്ട ഒരു സന്ദേശം പരിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കുക, പരിശുദ്ധ കുർബാനയുടെ ജീവൻ നയിക്കുക. രണ്ട് തരത്തിലത് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ കുർബാനയുടെ ജീവൻ നയിക്കുക, ഒന്ന്, ഒരു പുരോഹിതനാണ് ബലിയർപ്പിക്കുന്നത്. ബലിയർപ്പണം അത്ര നമ്മളിപ്പോൾ കാണുന്ന പോലെ അച്ഛനൊക്കെ വന്നിരുന്ന് ചൊല്ലിയാൽ മതി, അങ്ങനെയല്ല. നിത്യപുരോഹിതൻ ഈശോയാണ്. ഈശോ എന്ന നിത്യപുരോഹിതൻ്റെ ബലിയർപ്പണം കുരിശുമരണമാണ്. അപ്പം ബലിയർപ്പണം അത് നിസ്സാരമല്ല, ബുദ്ധിമുട്ട് ഏറ്റെടുക്കുന്നൊരു കാര്യമാണ്. ഇപ്പം ഞങ്ങൾ വൈദികരും ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചവരാണ്, മിനിസ്റ്റേറിയൽ പ്രീസ്റ്റ്ഹുഡ്. പക്ഷെ മാമോദീസയിലൂടെ നമ്മൾ ഓരോരുത്തരും പൊതു പൗരോഹിത്യം സ്വീകരിച്ചവരാണ്. പൊതു പൗരോഹിത്യം, അതിന് കോമൺ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയും. നിങ്ങൾക്കത് അറിയാവോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം ഇതൊരു പ്രബോധനമാണ്. പ്രബോധനങ്ങൾ നൽകപ്പെടണം, പ്രസംഗങ്ങളിലോ എപ്പോഴെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് നൽകപ്പെടണം. കാറ്റഗിസം ക്ലാസ്സിൽ ഇത് പഠിക്കുന്നുണ്ട്, ഏതോ ക്ലാസ്സിൽ ഇത് പഠിക്കുന്നുണ്ട്. കോമൺ പ്രീസ്റ്റ്ഹുഡ്, പൊതു പൗരോഹിത്യം എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അപ്പോൾ മാമോദീസ സ്വീകരിച്ചവർ, അതായത് പൗരോഹിത്യം എന്ന കൂദാശ സ്വീകരിക്കാത്ത കത്തോലിക്ക വിശ്വാസികൾക്ക് എല്ലാവർക്കും പൊതു പൗരോഹിത്യമുണ്ട്. അതായത് നിങ്ങളെല്ലാവരും പുരോഹിതന്മാരാണ്. അപ്പോൾ പുരോഹിതന്മാരെന്താ ചെയ്യേണ്ടത്? നിത്യപുരോഹിതൻ എന്താ ചെയ്തത്? നിത്യപുരോഹിതൻ ബലിയർപ്പിച്ചു. അപ്പം നമ്മൾ ബലിയർപ്പിക്കണം, ബലിയർപ്പിക്കുക. ഇപ്പോൾ ഒരു അപ്പനും അമ്മയും കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് ബലിയർപ്പണമാണ്. പണിക്കൊന്നും പോകാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങുക, അത് ബലിയർപ്പണമല്ല. മക്കൾ പഠിക്കുക, അത് ബലിയർപ്പണമാണ്. പഠിക്കാൻ പോകുമ്പോൾ തെറ്റായ പ്രണയബന്ധത്തിനും തെറ്റായ കൂട്ടുകെട്ടുകൾക്കും ഉഴപ്പിയൊക്കെ നടക്കുന്നത് ബലിയർപ്പണമല്ല. ബലിയർപ്പണം. അപ്പോൾ എല്ലാവർക്കും ഒരു ബലിയർപ്പണമുണ്ട്, അതൊരു കാര്യമാണ്. ഇനി നമ്മൾ ഇപ്പം പുതിയ ഉടമ്പടി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഉടമ്പടി പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. മാമോദീസയിലൂടെ പൊതു പൗരോഹിത്യം സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ കൂടെ ജീവിച്ചോളാമെന്ന് ഉടമ്പടി എടുത്തവരാണ് നമ്മൾ. വെള്ളവസ്ത്രം കളങ്കപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കാമെന്ന് ഉടമ്പടിയെടുത്തവരാണ്.
അപ്പം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പനും അമ്മയും ജ്ഞാനസ്നാനം മാതാവും പിതാവും ചേർന്ന് 4 പേര് ചേർന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് നന്മയിൽ ഉറച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവിന് നൽകുന്ന കൂദാശയാണ് സ്ഥൈര്യലേപനം. അപ്പം നന്മ എന്താണെന്നറിയാം, തിന്മ എന്താണെന്നറിയാം. അപ്പം നന്മയിൽ ഉറച്ചു നിൽക്കണം, ഇല്ലേ? ഇനി വിവാഹ ഉടമ്പടി. അപ്പം ഇത്തരം ഉടമ്പടികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നിട്ട് പുതിയ ഒരു ഉടമ്പടി ഇപ്പോൾ വന്നിട്ടുണ്ട് കാലഘട്ടത്തിൽ. എവിടെയോ ഒരു പുതിയ ഉടമ്പടി വന്നിട്ടുണ്ട്. ആ ഉടമ്പടിക്ക് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയാണ് ആളുകൾ. ആ ഉടമ്പടി പക്ഷേ മാമോദീസയിലൂടെ, കൂദാശകളിലൂടെ നമ്മൾ എടുത്തിട്ടുള്ള ഉടമ്പടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്നത്തെ സുവിശേഷം ഒന്ന് ശ്രദ്ധിച്ചേ. എന്താണ് ഹെറോദേസിൻ്റെ കുഴപ്പം? അവർ 2 പേരും കൂടി ലൈനടിയായി. ഹെറോദിയ, പേര് തമ്മിൽ സാമ്യമുണ്ട്, അതുകൊണ്ടാണോ എന്നറിയില്ല. എടി, എൻ്റെ പേരും നിൻ്റെ പേരും ഒരേപോലെ ഇരിക്കും, നമുക്കങ്ങ് ലൈനടിച്ചാലോ? പക്ഷേ ഫിലിപ്പോസിൻ്റെ ഭാര്യയാണ് ഹെറോദിയ. അതങ്ങ് യോഹന്നാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. അവർക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം, ആദ്യത്തേത് റദ്ദാക്കാൻ കാരണവും വേണം. വെറുതെ പോയിട്ടൊരു വിവാഹം മോചിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പം വിവാഹം മോചിപ്പിക്കാതെ ഹെറോദിയ ഫിലിപ്പോസിൻ്റെ ഭാര്യയായിരിക്കെ ഹെറോദസിനോട് ഒരു ചങ്ങാത്തം. അത് ആളുകളുടെ മുമ്പിൽ ഒരു രാജാവ് അങ്ങനെ ചെയ്യുമ്പോൾ സ്നാപയോഹന്നാൻ ഒരു പ്രവാചകനായതുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അത് 2 പേർക്കും ഇഷ്ടപ്പെട്ടില്ല, 2 പേർക്കും. അത് മത്തായിയുടെ സുവിശേഷമാണെന്ന് വായിച്ചു കേട്ടതും 14-ാമത്തെ 5-ാം വാക്യം, ഹെറോദേസിന് അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു. ഇനി മർക്കോസിന്റെ സുവിശേഷം 6-ാം 19-ാം വാക്യത്തിൽ ഹെറോദിയായിക്ക് യോഹന്നാനോട് വിരോധം തോന്നി, അവനെ വധിക്കാൻ അവൻ ആഗ്രഹിച്ചു. ഇതിന് 2-നും മുൻപ് മർക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഈ വധിക്കണമെന്ന് ആഗ്രഹമുണ്ടായി എന്ന് പറയുന്നതിന് തൊട്ടുമുള്ള വചനം സ്നാപയോഹന്നാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് നിയമലംഘനമാണ്, അന്യൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നത് നിയമലംഘനമാണ്. ഇത് പറഞ്ഞതിനെ തുടർന്നാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഇന്നത്തെ 1-ാം വായനയിലും ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിലെ 17-ാമത്തെ വാക്യം ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്, ദൈവത്തെ ഭയപ്പെടണം. അപ്പോൾ ഹെറോദിയ ചെയ്ത തെറ്റ്, ഹെറോദേസ് ചെയ്ത തെറ്റ്, ഇത് ഒരു സമൂഹത്തിന് ദുർമാതൃകയാണ്. പാവപ്പെട്ട പീലിപ്പോസ് അറിയുന്നുണ്ടോ ഇതൊക്കെ? അപ്പൊ പീലിപ്പോസിനെ ഞെരുക്കരുത്, നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. ഇപ്പോൾ ഒരാൾ അനധികൃത നിയമവിരുദ്ധമായൊരു ബന്ധത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായിട്ട് ബന്ധം ഉണ്ടാക്കിയാണ്. അപ്പോൾ ആ സ്ത്രീ മറ്റൊരുവൻ്റെ ഭാര്യയല്ലേ? അപ്പോൾ ആ ഒരു പുരുഷനോട് ഇയാൾ കാണിക്കുന്ന ചതി, അപ്പം നമ്മുടെ ഭാര്യയോട് വേറൊരുത്തൻ ചെയ്താലോ? നമ്മുടെ ഭാര്യ വീട്ടിലിരിപ്പുണ്ടല്ലോ, നമ്മുടെ ഭാര്യയും വേറൊരുത്തനോട് ചങ്ങാത്തം കൂട്ടിയാലോ? അപ്പം നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്, ദൈവഭയം ഉണ്ടാകണം, ദൈവത്തെ ഭയപ്പെടണം, ഉടമ്പടി പാലിക്കണം. ഇത് ബലിജീവിതമാണ്. എൻ്റെ ഭാര്യ, എനിക്കൊരു കല്യാണം കിട്ടി, ആളുകളുടെ മുമ്പിൽ കല്യാണം നടത്തിയതാ. ഇത് സമൂഹം ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുന്നതാ. ഇനി ഇവനെ വേറെ ആളെ കൂടെ കണ്ടു കഴിഞ്ഞാൽ പൊക്കണം എന്നൊരു ധ്വനിയുണ്ട്. അതിൻ്റെ അർത്ഥം ആ കല്യാണം നടത്തുമ്പോൾ, പബ്ലിക്കായിട്ട് കല്യാണം നടത്തുന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കുറവുകളുണ്ടാകാം. ഭാര്യ അത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഭർത്താവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് മക്കളെ, അതാണ് കുരിശ്. ഈശോ പറഞ്ഞിട്ടില്ലേ ലൂക്കായുടെ സുവിശേഷം 9-23 വാക്യം, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശും വഹിച്ച് എന്നെ അനുഗമിക്കട്ടെ. അതാണ് കുരിശ് നമുക്ക്. അപ്പം ഹെറോദിയ ഫിലിപ്പോസിൻ്റെ ഭാര്യയാണ്. ഹെറോദിയയ്ക്ക് ഫിലിപ്പോസിന് ഇഷ്ടമല്ല. അത് ഇഷ്ടക്കേടിന് പല കാരണങ്ങളും ഉണ്ടാകാം. ആ കുരിശ് അവിടെ വെച്ചിട്ട് ഹെറോദേസിൻ്റെ പുറകെ പോകുന്നു. അപ്പോൾ എന്ത് ചെയ്തു? കുരിശ് വഹിക്കുന്നേ ഇല്ല. ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ കുരിശ് വഹിക്കണ്ടേ? കുരിശ് വഹിക്കാതെ ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിക്കുന്നു. അപ്പൊ ബലിജീവിതം ബുദ്ധിമുട്ട് ഏറ്റെടുക്കലല്ലേ ബലിജീവിതം? കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും, ഇഷ്ടക്കേടുകൾ ഉണ്ടാകും എന്ന് കരുതി തോന്നിയ പോലെ നടക്കാൻ പാടില്ല എന്ന ധ്വനിയുണ്ട്. അപ്പൊ ബുദ്ധിമുട്ട് ഏറ്റെടുക്കുന്നതാണ് കത്തോലിക്ക വിശ്വാസ ജീവിതം. ബലിജീവിതം, ബുദ്ധിമുട്ടുകൾ ക്ഷമയോടുകൂടെ സഹിക്കുക. എൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് വഹിക്കാൻ പറ്റുകയില്ല, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ പോയി ജീവിക്കും എന്ന് പറയുന്നത് കത്തോലിക്ക വിശ്വാസ ജീവിതത്തിന്, പൊതു പൗരോഹിത്യ ജീവിതത്തിന് ചേർന്നതല്ല. അത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അപ്പോൾ അങ്ങനെ ഒരു ധ്യാനമുണ്ട്. ഇനി നമുക്ക്
പരിശുദ്ധ കുർബാനയുടെ ജീവിതം എന്ന് പറഞ്ഞത്. രണ്ടാമതൊരു അർത്ഥം ഞായറാഴ്ച പള്ളിയിൽ പോവുക, പരിശുദ്ധ കുർബാന സ്വീകരിക്കുക, കൂടെ കൂടെ കുമ്പസാരിക്കുക. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് 3 കാര്യങ്ങളാണ്. വേണ്ടത്ര ഒരുക്കവും ഭക്തിയും, 1 മണിക്കൂർ ഉപവാസം, 1 മണിക്കൂർ ഉപവാസം. പിന്നെ പ്രസാദപരാവസ്ഥയിലായിരിക്കണം. പ്രസാദപരാവസ്ഥയിലാകണമെങ്കിൽ കുമ്പസാരിക്കണ്ടേ? അപ്പോൾ പരിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ അർത്ഥം ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കുക, രണ്ടാമത്തെ അർത്ഥം കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൽ ആ കൗദാശിക ജീവിതം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം ഇന്ന് മാതാവിൻ്റെ പള്ളിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ തിരുനാളാണ്. മാലാഖമാരുടെ അപ്പം പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയോട് മറിയം കാണിക്കുന്ന സ്നേഹം, അതായത് പരിശുദ്ധ കുർബാന ഈശോയാണല്ലോ, ഈശോയോട് മറിയം കാണിക്കുന്ന സ്നേഹം. മറിയത്തിൻ്റെ ഉള്ളിലേക്ക് ഈശോയെ തരാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ മറിയം എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് സ്നേഹത്തോടെ സ്വീകരിച്ചു. എന്നിട്ടത് വിട്ടുകളഞ്ഞില്ല. ഉള്ളി കിട്ടിയ ഈശോയെ വിട്ടുകളയാതെ അത് കൂടെ കൊണ്ടു നടന്നു. ആ ഈശോ തമ്പുരാൻ പാഴ്പീഡകൾ സഹിച്ച് അങ്ങനെ പോകുമ്പോഴും മറിയം കൂടെ നടന്നു, കുരിശിൻ്റെ ചവിട്ടിപ്പോയി കൂടെ നിന്നു. എന്നിട്ട് മുറിക്കപ്പെട്ട ഈശോയുടെ ശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങി. മുറിക്കപ്പെട്ട ശരീരമല്ലേ പരിശുദ്ധ കുർബാന? മുറിച്ചു തരുന്നതല്ലേ പരിശുദ്ധ കുർബാന? അപ്പം മറിയം നമുക്ക് ചെയ്തു കാണിച്ചെന്ന് എന്താ? മുറിക്കപ്പെട്ട ഈശോയുടെ ശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങി. അപ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കണ്ടേ? കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും നടക്കുന്ന നാളുകൾ അത് പരിശുദ്ധ കുർബാനയുടെ ജീവിതമാണോ? വിശുദ്ധ പീറ്റർ ജൂലിയാൻ നമ്മളോട് പറയുന്നത് എല്ലാറ്റിനും പരിഹാരം പരിശുദ്ധ കുർബാനയുടെ ജീവിതമാണ്. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം, ഈ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇനി ഇതുപോലെ ഉടമ്പടി ലംഘിച്ചു പോകുന്ന, വിവാഹ ഉടമ്പടിയൊക്കെ ലംഘിച്ചു പോകുന്ന എന്തെങ്കിലും ഇങ്ങനെ ശരീരത്തോടിങ്ങനെ ഒട്ടിച്ചേർന്ന് പോയ എന്തെങ്കിലും ശീലങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം. ഉരിഞ്ഞു പോരാത്തൊരു ഉടുവസ്ത്രം പോൽ ഉയിരിൻ്റെ ഭാഗമാം ശീലങ്ങളെ, ഉരിഞ്ഞു പോരാത്തൊരു ഉടുവസ്ത്രം പോൽ ഉയിരിൻ്റെ ഭാഗമാം ശീലങ്ങളെ, കഴുകി എന്നെ പുത്തനാക്കി അൾത്താരയിൽ എത്തിക്കണേ. കഴുകി എന്നെ പുത്തനാക്കി അൾത്താരയിൽ എത്തിക്കണേ. നാഥാരാധന ആരാധന, പാടാമാരാധന ആരാധന, നാഥാരാധന ആരാധന, പാടാമാരാധന ആരാധന. ദിവ്യകാരുണ്യത്തിൻ മാതാവേ, നവ്യ സ്നേഹത്തിൻ്റെ അമ്മേ, അമ്മയോടൊപ്പം അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനെ വാഴ്ത്തുന്നു. പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.